കേരളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ആലപ്പുഴയിൽ പിടിയിലായി. പിത്തോറക്കട്ട് സ്വദേശി വിവേക് സിംഗ് പപ്പോലെയാണ് പിടിയിലായത്. ആലപ്പുഴയിൽ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് ഓൺലൈൻ തട്ടിപ്പിലൂടെ 7.5 കോടി, ഒന്നും രണ്ടുമല്ല, 7.5 കോടി രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. ഇതിന്റെ മുഖ്യപ്രതിയാണ് ഇയാൾ. ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ആണ് പ്രതിയെ വളരെ സാഹസികമായി പിടികൂടിയത് എന്നുള്ളതാണ്. കേസിൽ നേരത്തെ തായ്വാൻ സ്വദേശികൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സാഹചര്യം കൂടി ഒരുങ്ങിയിരുന്നു. ശരണ്യ, വിവരങ്ങൾ. രഞ്ജിത്ത്, ഈ അതിസാഹസികമായാണ് ആലപ്പുഴയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് കേസായ ഈ ചേർത്തല ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. 7.5 കോടി രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. അതായത് 7,50,00,000 രൂപയാണ് ഡോക്ടർ ദമ്പതികളിൽ നിന്ന് തട്ടിയെടുത്തത്. ഇവർക്ക് ഓഹരി വിപണിയിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു തട്ടിപ്പ് നടത്തിയത്. ഇതിലാണ് ഇപ്പോൾ ഉത്തരദേശീയായിട്ടുള്ള വ്യക്തി അറസ്റ്റിലായിട്ടുള്ളത്. ഇയാൾ നേരത്തെ തന്നെ ഈ കേസിൽ തായ്വാൻ അന്തർദേശീയ കുറ്റവാളികളായ തായ്വാൻ സ്വദേശികളടക്കം 13 പേരെ പോലീസിന്റെ പിടിയിലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി സൈബർ തെളിവുകൾ അടക്കം നിർത്തിയാണ് ഈ ഉത്തരാഖണ്ഡ് സ്വദേശിക്ക് വേണ്ടിയുള്ള വല വിരിച്ചത്. തുടർന്നാണ് ചൈന നേപ്പാൾ അതിർത്തിയിൽ നിന്നും ഇയാളെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഈ പ്രതിയെ പിന്നീട് അവിടെ തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണ് ഈ വിവേക് സിംഗുമായി ബന്ധപ്പെട്ടുള്ളത്. ഇയാളാണ് ഇതിനു മുമ്പ്, അതായത് ഇന്ത്യയിലെ കണക്ഷൻ ഇയാളാണ് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട തായ്വാൻ സ്വദേശികളായ അന്താരാഷ്ട്ര കുറ്റവാളികൾ അടക്കമുണ്ട്. അതിൽ തന്നെ ഇന്ത്യയിലുള്ള കണക്ഷൻ, അതായത് ഈ തായ്വാൻ സ്വദേശികളുമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് വിവേക് സിംഗ് എന്നുള്ളതാണ്. വിവേകാണ്, അതായത് ഈ 13-അംഗ സംഘം, പിടിയിലായിട്ടുള്ള 13-അംഗ സംഘം കൂടാതെ വലിയ കണ്ണികൾ ഇതിനകത്തുണ്ട്, വലിയ നെറ്റ്വർക്ക് ആണ് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കായി അവിടെ വെച്ച് ശ്രമിച്ചു. ആ ഘട്ടത്തിൽ ഇവർക്കായി ഹാജരായത് പോലും പ്രമുഖരായ ഒരു അഭിഭാഷകരെ നീണ്ട നിര തന്നെ അവിടെ ഹാജരായി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. തുടർന്ന് പിത്തോറഗഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും സൈബർ തെളിവുകൾ അടക്കം നിരത്തിയാണ് കേരള പോലീസിന് ഇയാളെ കസ്റ്റഡിയിലേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടി അവിടെ ചെല്ലുന്ന ഘട്ടത്തിൽ തന്നെ ഉത്തരാഖണ്ഡിൽ വളരെ പ്രതികൂല കാലാവസ്ഥയും മണ്ണിടിച്ചിലടക്കമുള്ള വിഷയങ്ങളും ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കേരള പോലീസ് ഈ 29-കാരനെ, അതായത് വിവേക് സിംഗ് പഹോല എന്ന 29-കാരനെ പിടികൂടിയിട്ടുള്ളത്. പക്ഷേ ഈ കേസിൽ എത്രമാത്രം ഈ പണം തിരികെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. കാരണം പല അക്കൗണ്ടുകളിൽ നിന്ന് പല അക്കൗണ്ടുകളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ ഈ പണം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വൻ ലാഭം, അതായത് ഓഹരി വിപണിയിൽ വൻ ലാഭം കൊതിച്ചാണ് ഈ ഡോക്ടർ ദമ്പതികളായ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ തന്നെ കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർ ഉൾപ്പെടെയുള്ള ഡോക്ടർ ദമ്പതികളിൽ നിന്നാണ് ഇത്തരത്തിൽ 7,50,00,000 രൂപ തട്ടിയെടുത്തിട്ടുള്ളത്. പക്ഷേ പണം തിരികെ പിടിക്കാനായി കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വലിയ കണ്ണികൾ, അതായത് ഈ 13-അംഗ സംഘത്തിന് ക്രിപ്റ്റോ കറൻസിയായി പ്രതിഫലമടക്കം നൽകിയിട്ടുള്ള ആളാണ് വിവേക് എന്നാണ് പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.